മണ്ണും മനസ്സും തൊട്ടീ നാടിൻ സർഗപ്രതിഭകൾ അക്ഷരം ഭാവസുന്ദരം ചിത്രകം സ്വപ്നചാരുവാം ഭാവനാലോകവും മർത്യഭാഷ തൻ മഹിതമാം ചരിതവും ഹൃത്തിലെഴുതുന്ന പ്രതിഭാപ്രഭാവം സർഗപുഷ്പസുഗന്ധത്താൽ നിറയും കാവ്യസൗഹൃദം സർഗപുഷ്പസുഗന്ധത്താൽ നിറയും കാവ്യസൗഹൃദം. നമസ്കാരം. കലയുടെ കൈവിളക്കേന്തിയ മഹനീയ വ്യക്തിത്വങ്ങൾ അവരുടെ കലാവഴികളിലൂടെ ജീവിത വഴികളിലൂടെയുള്ള ഒരു സ്നേഹ സൗഹൃദ യാത്ര, കാവ്യസൗഹൃദം. സർഗപുഷ്പങ്ങളുടെ സുഗന്ധം നിറയുന്ന സൗഹൃദവേദിയിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് സഹോദരിയായും കാമുകിയായും പത്നിയായും മുത്തശ്ശിയായും രാജ്ഞിയായും വടക്കൻ പാട്ടിലെ വീരാംഗനയായും ഒക്കെ ഒരു കാലത്ത് അരങ്ങിൽ നിറഞ്ഞു നിന്ന അഭിനയ പ്രതിഭ. അരങ്ങിൽ നിന്നും ഇപ്പോൾ അഭ്രപാളികളിലും തൻ്റെ വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വടക്കിൻ്റെ സ്വന്തം അഭിനേത്രി അമ്മിണി ചന്ദ്രാലയം. അമ്മിണി ചന്ദ്രാലയത്തിന്റെ കലാവഴികളിലൂടെ ജീവിത വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം ഈ കാവ്യ സൗഹൃദ വേദിയിൽ. കാവ്യ സൗഹൃദത്തിലേക്ക് അമ്മിണി ചന്ദ്രാലയത്തിന് സ്നേഹസ്വാഗതം. നമസ്കാരം അമ്മിണി. ചുവന്ന യവനികയ്ക്കുമേൽ ചന്ദ്രിക ചാലിച്ച ചാന്തുപോലെ വെളിച്ചത്തിന്റെ ചന്ദനവൃത്തം പതിഞ്ഞു. ഇരുളിലെ ആസ്വാദക നേത്രങ്ങളിൽ ആ പ്രകാശവൃത്തം ഒരു ബിന്ദുവായി തെളിഞ്ഞു കാണാം. തിരശീലയിലെ വെളിച്ചം പതുക്കെ പതുക്കെ ഇരുളിനു വഴിമാറുന്നു. പിന്നെ വെളിച്ചം തെളിയവേ കാണുന്നത് ഒരങ്കത്തട്ട്. രണാരവങ്ങൾ ഉയരുന്നു. കാണികളിൽ അത്ഭുതത്തിന്റെ തിരയിളക്കങ്ങൾ. വർത്തമാനകാലത്തിൽ ഭൂതകാലം വിലയം പ്രാപിക്കുന്നതോ അതോ സമയസഞ്ചാരികളായി തങ്ങളെല്ലാം നൂറ്റാണ്ടിനപ്പുറത്തെ ഒരു പടത്തട്ടിന് താഴത്തിരിക്കുകയാണോ? തിരിച്ചറിയാനാകാത്ത ഒരു വികാരത്തിൽ അവർ മുങ്ങിയിരിക്കവേ ഒരു ഉറുമി കറക്കത്തിന്റെ ഒലിയുയർന്നു. വിഹായസിൽ നിന്ന് പറന്നിറങ്ങിയ പോലെ ഒരു മാലാഖ അങ്കത്തട്ടിൽ ചാടി വീണു. എന്തൊരു കൈമെയ്യൊതുക്കം, എന്തൊരു തേജസ്! അതെ, ഇത് സാക്ഷാൽ ഉണ്ണിയാർച്ച തന്നെ. എങ്ങും കരഘോഷം. ഇത് അമ്മിണി ചന്ദ്രാലയം ഒരു വടക്കൻ നാടകത്തിൽ പടക്കുറുപ്പത്തിയായി രംഗപ്രവേശം ചെയ്തതാണ്. ആ രംഗം നേരിൽ കണ്ടവർക്കറിയാം. അതിശയോക്തിയുടെ വരമ്പിൽ നിൽക്കുന്ന ഈ വിവരണത്തിൽ തരിമ്പും പതിരില്ലെന്ന്. അതെ, 14 വയസ്സിൽ വേദിയിലെത്തിയ ഒരു നാടകക്കാരി. ഇക്കാലമത്രയും നാടകത്തെ ജീവജലം പോലെ ഏവർക്കും പകർന്നു നൽകി. പല വേഷങ്ങളിൽ, പല വേദികളിൽ, പല ഭാവങ്ങളിൽ. ഈ നീണ്ട യാത്രയ്ക്കിടയിൽ കണ്ണീരുപ്പുകടൽ എത്രയോ താണ്ടി, സന്തോഷത്തിന്റെ കൽക്കണ്ട കുന്നുകളിൽ എത്രയോ സ്വസ്ഥയായി. വിമർശന കനൽച്ചീളുകൾ ഹൃദയത്തിൽ കുത്തിക്കയറി. അവഗണനയുടെ വേലിക്കെട്ടിനു പുറത്ത് എത്രയോ തവണ നോവ് തൊട്ട് നിന്നിട്ടുണ്ട് ഈ നാട്യദേവത. എന്നിട്ടും കാലത്തിന് തൂത്തെറിയാനാവാതെ കരുത്തിൽ, കലയിൽ തിളങ്ങുന്നു അമ്മിണി, നമ്മുടെ അമ്മിണിയെടുത്തി. അല്ലെങ്കിലും കാലത്തിന്റെ തൂപ്പുചൂലിനാവുമോ കലയുടെ മഹാശിലയെ തൂത്തെറിയാൻ? കോഴിക്കോട് കലിംഗ, സംഗമം, സ്റ്റേജ് ഇന്ത്യ, കളിത്തറ, സൂര്യശ്രീ, രംഗമുദ്ര തുടങ്ങിയ എത്രയോ പ്രൊഫഷണൽ നാടക സംഘങ്ങളിൽ എണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങളായി പതിറ്റാണ്ടുകൾ ഇവർ നിറഞ്ഞാടി. അമ്മിണിയേച്ചി നടിയായില്ലാത്ത ഒരു അമേച്വർ നാടകത്തെക്കുറിച്ച് ഒരു കാലത്ത് വടക്കൻ കേരളത്തിലെ ഒരു സമിതിക്കും സങ്കല്പിക്കാൻ പോലും ആകില്ലായിരുന്നു. അത്രമേൽ അരങ്ങിൽ അലിഞ്ഞു ചേർന്ന നാടക ചേരുവയായിരുന്നു ഈ അഭിനേത്രി. അരങ്ങിന്റെ വെളിച്ചത്തിൽ നിന്നും ചലച്ചിത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിലും അരങ്ങിന്റെ കരുത്താണ് അവിടെയും തന്നെ നയിക്കുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഈ പ്രതിഭ. ഒരു നാടകക്കാരിയായി ജീവിക്കാനും ഉപജീവിക്കാനും നാടകക്കാരി എന്ന വിളിപ്പേര് കേൾക്കാനും തന്നെയാണ് ഇന്നും അമ്മിണിയേച്ചിക്കേറെ ഇഷ്ടം. നമുക്ക് കാണാം, കേൾക്കാം അമ്മിണി ചന്ദ്രാലയത്തിന്റെ അരങ്ങു വർത്തമാനങ്ങൾ. അമ്മിണിച്ചിയുടെ കലാജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു നീണ്ട എത്ര വർഷം, ഏകദേശം ഒരു 5 പതിറ്റാണ്ട് പിന്നിട്ടുണ്ടാവും. കൃത്യമായി പറഞ്ഞാൽ 13ാമത്തെ വയസ്സിൽ അല്ലേ ആദ്യത്തെ അരങ്ങേറ്റം? 14ാമത്തെ വയസ്സിൽ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ. കുട്ടിക്കാലം പുത്തിലോട്ട് എങ്ങനെയാണ് അന്ന് അങ്ങനെ ഒരു ഈ നാടക ലോകത്തേക്ക് അല്ലെങ്കിൽ അഭിനയ ലോകത്തേക്ക് വരും എന്നുള്ളൊരു ചിന്താഗതി ഒന്നും ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം വളരെ സാധാരണ കുടുംബത്തിലാണ്. ഞങ്ങള് അച്ഛനമ്മ 4
4 പെൺമക്കള്. അതില് രണ്ടാമത്തെ ആളാണ് ഞാൻ. അപ്പൊ അച്ഛൻ ഒരു കലാകാരനാണ്, തെയ്യം കലാകാരനാണ്. നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കരിവള്ളൂര് ശാസ്ത്രീയ ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അച്ഛൻ സാധുപിടി തൊഴിലാളി. അച്ഛന്റെ പേര് കണ്ണൻ മണക്കാട്. ഇപ്പൊ ഇല്ല, 14-15 വർഷത്തോളം അയച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛന് കലാപരമായി എന്നെ ഒരു നല്ല നിലയിൽ എത്തിക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കലാരംഗത്തേക്ക് മക്കളെ കൊണ്ടുവരണം. ആ ഒരു കാലഘട്ടത്തില് പ്രത്യേകിച്ച് ഈ കലാരംഗത്തേക്കൊന്നും സ്ത്രീകൾ കടന്നു വരുന്നത് വളരെ കുറവായിരിക്കും. അതെ, തീർച്ചയായും. അപ്പൊ അങ്ങനെ ആദ്യം തന്നെ അച്ഛൻ പലിയേരി ഒരു വായനശാലയിൽ ഹാർമോണിയം പഠിക്കാൻ കൊണ്ടുപോയി. അത് പൂർത്തിയാക്കാണ്ട് അവിടുന്ന് മാറി. പിന്നെ കരിവള്ളൂര് ഓണക്കുന്നില് ഒരു സാവിത്രി ടീച്ചറുണ്ട്, ഇല്ല ചോദിച്ചിരിക്കും. അദ്ദേഹത്തെ അവരെടുത്ത് പിന്നെ ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടുപോട്ടു. ക്ലാസിക്കൽ അല്ല, അന്നത്തെ കാലത്ത് ഡാൻസ് അങ്ങനെ ശരിക്കും ഞാൻ രംഗത്തേക്ക് വരുന്നത് അങ്ങനെയെന്ന് പറയാം. അച്ഛന്റെ പിന്തുണ. അച്ഛന്റെ അമ്മ കലാപരമായി ഒന്നുമില്ല, പക്ഷെ സാധാരണ സ്ത്രീയായിരുന്നു. അമ്മയുടെ പേര് കുഞ്ഞാതി. രണ്ടുപേരും ഇല്ല. അങ്ങനെ അച്ഛന്റെ നാടകം കണ്ടു വളർന്നിട്ടുണ്ട്. അങ്ങനെ എന്തോ ഒരു നമ്മുടെ ശരീരത്തിൽ അതിന്റെ ഒരു അംശം അങ്ങനെ വിശ്വസിക്കുന്നു ഇപ്പൊ. പിന്നീട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിനടുത്തുള്ള ഒരു ജനകീയ കലാസമിതി പുത്രോട്ടന്നെ അവരൊരു നീർച്ചുഴി എന്ന് പറയുന്ന നാടകം എടുത്തപ്പോ അതില് 2 അഭിനയിക്കാൻ വേണം സ്ത്രീകള്. നീർച്ചുഴി CL ജോസിന്റെ ആണോ അത്ര ഓർമ്മയില്ല, അത് തോന്നുന്നു. അത് 2 കഥാപാത്രം, സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ ലക്ഷ്മിയും ഞാനും പുത്രോട്ട് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ്. പിന്നെ അങ്ങനെ ചോദിച്ചപ്പോ വീട്ടിൽ വന്ന് അച്ഛനോട് ചോദിച്ചു ഇങ്ങനെ അഭിനയിക്കാൻ കൂട്ടട്ടോ ഒന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു പറ്റുമല്ലോ, ചെയ്തോട്ട്. അങ്ങനെ പോയിട്ട് ആ നാടകത്തിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതിലൊരു വലിയൊരു ഇരുത്തം വന്ന ഒരു സ്ത്രീ ഭാര്യയായിട്ട് കഥാപാത്രമാണ് ചെയ്യുന്നത്. അവിടുന്ന് പിന്നീട് സ്കൂൾ പഠനകാലം JTS-ലായിരുന്നു പഠിക്കുന്ന സമയത്ത് അല്ലെ? ചെറുതൂർ JTS പഠിക്കുന്ന സമയത്താണ് ആ കഥാപാത്രം. അതെ. അത് വെച്ചാല് പിന്നെ പഠിക്കുന്ന സമയത്ത് നല്ലത് ചെയ്യും. പിന്നീട് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടില്ല, JTS പഠിച്ചു, അവിടെ നിർത്തി. പിന്നെ നാടകം തന്നെ ജീവിതം. അതിനുള്ള ഒരു കാരണമുണ്ട്. ഞങ്ങള് പറഞ്ഞല്ലോ സാഹചര്യം, ജീവിക്കാനുള്ള സാഹചര്യം, നല്ല നിലയിൽ എത്തിക്കാനുള്ള അച്ഛന്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് തൊഴിലാളിയാണ്, 3-4 പെൺകുട്ടികള്, അച്ഛന്റെ തുച്ഛമായ വരുമാനം. പിന്നെ അത് മാത്രം നമുക്ക് ആദ്യം ഞങ്ങള് പുത്തൂരായിരുന്നു ഉണ്ടായത്. ആ പുത്തൂരിൽ നിന്ന് ഇവിടെ വന്ന് ഈ സ്ഥലം അവിടെ വിലക്ക് വാങ്ങി അങ്ങനെയൊക്കെയാണ് അവിടെ താമസിക്കാനായി. അപ്പൊ അതിന്റേതായ ബാധ്യതകൾ. അങ്ങനെ നാടകം തന്നെ ഞാൻ ജീവിതമാർഗമായി സ്വീകരിച്ചു. അമ്മച്ച നാടകത്തില് വർഷങ്ങളോളം ശരിക്കും പറഞ്ഞ ഒരു 15ാമത്തെ വയസ്സ് മുതൽ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു നാടകം അല്ലെ? അന്ന് മുതൽ ഇന്ന് വരെയും. ഒരുപാട് പ്രൊഫഷണൽ ട്രൂപ്പുകളിൽ അഭിനയിച്ചിരുന്നു. അത് തന്നെ പ്രൊഫഷണലിലായിരുന്നില്ലല്ലോ, കുറച്ചു കാലം അമേച്വർ നാടകങ്ങളിലായിരുന്നല്ലോ. വർഷങ്ങളോളം അഭിനയിച്ച ശേഷം ഒരു 10-25 വയസ്സ് പ്രായമായപ്പോന്ന് പ്രൊഫഷണലിലേക്ക് ഞാൻ പോകുന്നു. ഈ 14 വയസ്സ് മുതൽ 10 വർഷത്തോളം ആദ്യകാലത്ത് അഭിനയിച്ച അമേച്വർ നാടകങ്ങളും അതിലേക്ക് എത്തപ്പെട്ട അല്ലെങ്കിൽ അതിന് നിയോഗമായി തീർന്ന സംവിധായകരെയൊക്കെ ഓർമ്മിക്കുന്നുണ്ടാവും. ആദ്യമായി ഈ നാടകത്തിലെ സംവിധായകൻ പിന്നെ വാര്യര് മാഷാണ്, പുത്രോട്ട് സ്കൂളിലെ ഹെഡ് മാഷ്. അദ്ദേഹമാണ് ഇതിലത്തെ സംവിധായകൻ. അപ്പൊ ആ മാഷ മനസ്സുകൊണ്ട് സ്മരിക്കുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കില്ല. ആദ്യത്തെ ഗുരുനാഥൻ വാര്യര് മാഷാണ്. പിന്നീട് അമേച്വർ നാടകം പിന്നെ ജ്വലനം, സൂര്യാഘാതം, പിന്നെ പർവ്വസന്ധി, അങ്ങനെയുള്ള പിന്നെ എഴുതിയ നാടകങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് ചുരുക്കമാണ്. എന്നാലും ഇത്രയും വർഷം, ഒരു വർഷം തന്നെ ചിലപ്പോൾ 4-5 വിശ്വരൂപം എടുത്തു പറയേണ്ട നാടകം. സാറിന്റെ വിശ്വരൂപത്തിൽ പുഷ്പാറാണി എന്ന കഥാപാത്രം ഞാനതിന്റെ ഡാൻസ് ഒക്കെ പഠിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഡാൻസ് പഠിച്ചു. അത് ഈ പപ്പൻ ശ്യാമലാലയത്തിന്റെ കൂടെ ഒരുപാട് സ്റ്റേജ് വിശ്വരൂപം വന്നത് ഒരു കാസർഗോഡ് ജില്ലയിൽ തന്നെ മലബാറിൽ ഒരുപാട് വേദികൾ കളിച്ചതാണ്. ഇപ്പോ ആദ്യത്തെ സംവിധായകന് ഗുരുനാഥനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ മറ്റു ഒരുപാട് സംവിധായകർ, പ്രത്യേകിച്ചിട്ട് അന്ന് ഈ നാടകവേദിയിൽ സജീവമായി നിന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ അമേച്വർ നാടകങ്ങളുമായി. അതിൽ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പ്രത്യേകിച്ചിട്ട് അവര് ഒരു നമ്മുടെ ആദ്യത്തെ വഴികാട്ടികളാണല്ലോ. അതെ, അന്ന് അത് സംവിധായകര് എന്ന് പറഞ്ഞാല് വിനോദ ഒന്നാമത് അതില് പിന്നെ പ്രത്യേകിച്ച് ഒരു സംവിധായകരെന്ന് പറയാൻ മാത്രം ചില സ്ഥലത്ത് ഉണ്ടാവില്ല. അധികം ഒരു കൂട്ടായ്മയായിരിക്കും. കുറച്ച് നാടകത്തില് പിന്നെ സംവിധാനം ചെയ്താൽ അഭിനയിച്ച ഒരാളായിരിക്കും ചിലപ്പോൾ സംവിധാനം. പക്ഷെ എങ്കിലും പേരെടുത്ത ആൾക്കാരുണ്ട്. TP ഭാസ്കര പൊതുവാളും മലയാളം ഭാഷ. അത് പിന്നെ പറയാതിരിക്കാൻ നിർവാഹമില്ല. അത്രയും ഇതിനിടെ വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ സൂര്യാഘാതം എന്ന് പറയുന്ന നാടകം
മാധവമംഗലം സ്കൂളിൽ പിന്നെ കളിക്കുന്ന സമയത്ത് ടിക്കറ്റ് വെച്ചിട്ട് കളിച്ചതാണ്. അപ്പൊ അതില് ഒരു കഥാപാത്രം ഞാൻ ചെയ്തു. അത് ടിക്കറ്റ് വലിച്ച് കളിച്ചതായതുകൊണ്ട് ലക്ഷ്മിനെയും കൂടി അതിൽ ഉൾപ്പെടുത്തി അങ്ങനെ 2-3 സ്ത്രീ കഥാപാത്രങ്ങളിലാക്കി ചെയ്തതാണ്. അപ്പൊ അത് ഇതിനിടെ നമ്മളെ ഒരു കുടുംബ സംഗമം പയ്യന്നൂരുണ്ടായ സമയത്ത് പിന്നെ മാഷ് വേദിയിലെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഓരോരോ ആൾക്കാരെ ആദരിച്ചു. എന്നെ അന്ന് എന്തോ അങ്ങനെ ആരും വിളിച്ചില്ല, ആദരിച്ചില്ല. മറ്റൊന്നും കൊണ്ടല്ല, നമ്മള് അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മാഷ് എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ അമ്മണി ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. പിന്നെ അമ്മണീനെ ആരും ആദരിച്ചില്ലല്ലോ. അപ്പൊ ഈ മാഷ ആ വേദിയിൽ വെച്ച് ആദരിച്ചിട്ടില്ലായിരുന്നു. അത് സ്റ്റേജിൽ വിളിച്ചിട്ട് ആ മാഷക്ക് ചാർത്തിയ പൊന്നാട എന്നെ അണിയിച്ചിട്ട് മാഷിക്ക് നാടകത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അന്ന് ശരിക്കും പറഞ്ഞ ചെറിയൊരു വീഡിയോന്റെ കയ്യിൽ അവാർഡ് മാത്രമല്ല, നമ്മള് മനസ്സും എന്താ പറയാ കണ്ണെന്ന് അറിഞ്ഞുപോയി എന്ന് പറയുന്ന അത് വലിയൊരു അംഗീകാരം തന്നെ. ഞാൻ വെച്ച നാടകരംഗത്ത് ഇത്രയും വർഷം മുമ്പ് പിന്നെ സുരേന്ദ്രൻ അടുത്തില്ല എന്ന് പറഞ്ഞ അവര് പിന്നെ അടുത്തില്ല ഭാസ്കരൻ മാഷ്, അങ്ങനെ എടുത്ത് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാരും പേര് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റില്ലല്ലോ. ഇപ്പുറം ഭാഗത്ത് ഉള്ള ആരെങ്കിലും ഈ ഭാഗത്ത് ഫേമസ് ആയതിനൊക്കെ അങ്ങനെ അങ്ങനത്തെ ഒരു സംവിധായകര് പറയാം. പിന്നെ പനാല മാഷ നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്. മാഷ് പിന്നെ സംവിധാനം ശശി മാഷ ചെയ്തിട്ടില്ല. പനാല മാഷ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട്. പിന്നെ ഈ ഭാഗത്ത് എന്താ പറയാ പെട്ടെന്ന് ഓർമ്മയിൽ വരാത്തതുകൊണ്ടായിരിക്കും ഒരു ശക്തിയായിരുന്നു. അതെ, വാസുചാരോട് മാഷ നാടകങ്ങളും ചെയ്തിട്ടുണ്ട് ഞാൻ. അതിനൊരു പിന്നെ റിസറക്ഷൻ അങ്ങനെ മാഷ എഴുതിയ നാടകം. അഭിനയ രംഗത്തേക്ക് വരാൻ വാസുമാഷ് ഏതെങ്കിലും രീതിയിൽ പ്രചോദനമായിരുന്നോ? നേരത്തെ സൂചിപ്പിച്ചു പ്രചോദനമല്ല, പക്ഷെ മാഷ നാടകം ചെയ്തോണ്ട് അഭിനയിച്ചുകൊണ്ട് മാഷ പരിചയപ്പെട്ടതാണ്. ആ കൂട്ടത്തില് എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നീലേശ്വരം ജനകലാ സമിതിയായിട്ടുള്ള പ്രവർത്തനം. അതെ അതെ, ഭാസ്കർ മാഷ്, കുമ്പളങ്ങര മാഷ്, അതൊക്കെ അവരുടെ ഒരു ടീം ഒരിക്കലും മാഷ് മറക്കാൻ പറ്റും. മാഷ് സംവിധാനം തന്നെ അതുപോലെ പ്രത്യേകത ഉണ്ട്. ശരിക്കും ഞങ്ങള് സ്ത്രീകളും മാഷ് സ്ഥലത്ത് റിഹേഴ്സലിന് സാധാരണ വേഗം എത്തും. അപ്പൊ മാഷ് ഒരു ചോക്കൊണ്ട് 4 വരയും വരച്ച് വട്ടമൊക്കെ വരച്ചിട്ട് അവിടെ റെഡിയാക്കി കാത്തിരിക്കും. അങ്ങനത്തെ എന്താ പറയാ നല്ലൊരു അച്ഛന്റെ സ്ഥാനം, അല്ലെങ്കിൽ ഗുരു മാത്രല്ല ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നല്ലൊരു മനുഷ്യനെ. കുറെ നാടകം ചെയ്തിട്ടുണ്ട്. പിന്നെ അതും ജ്വലനം ആണെന്ന് സംശയമുണ്ടാകും. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്ത നാടകങ്ങൾ, സമിതി ചെയ്ത നാടകങ്ങൾ പുറത്തു വെക്കാൻ പറ്റുന്നില്ല. കുറെ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മാഷ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ അമേച്ചർ നാടകങ്ങളിൽ ചെയ്ത വേഷങ്ങളിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ഏതെങ്കിലും വേഷം ഉണ്ടാവും അവിസ്മരണീയമായി? എനിക്ക് സന്ധിയിലത്തെ അമ്മ, പിന്നെ സൂര്യാഘാതത്തിലെ ഒരു ഡോക്ടർ ഭാര്യയായിട്ട് ഭയങ്കര ഒരു ഗെറ്റപ്പിലെ പിന്നെ മോഡല് ഇതുപോലത്തെ ലുക്കിലെ ഒരു കഥാപാത്രമായിരുന്നു. അതൊക്കെ അഗ്നിരേഖയിലെ ഒരു ഭ്രാന്തിയായ അതൊക്കെ മനസ്സിൽ. വിശ്വരൂപത്തിലെ പുഷ്പാറാണി, പിന്നെ ജ്വല്ലത്തിലെ ഒരു അമ്മയാണ്. അങ്ങനെയൊക്കെ വേഷങ്ങള് ഇഷ്ടപ്പെടുന്നു. അന്നത്തെ നാടക റിഹേഴ്സൽ ഒരുപക്ഷെ ഇന്നത്തെ പോലെ ആവണമെന്നില്ല. കാരണം ഒന്നാമത് അന്ന് ഒരുപാട് പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളൊക്കെ ആവുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്ങനെയായിരുന്നു അന്നത്തെ? ഇന്നത്തെ പോലെ അല്ലല്ലോ റിഹേഴ്സൽ ക്യാമ്പ്. അന്നല്ല, എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ ഒരു നാടകം നമ്മൾ പഠിച്ച നാടകം തന്നെയാ ചെയ്യുന്നെങ്കിൽ പിന്നെ 1-2 റിഹേഴ്സൽ ഞങ്ങൾ കൊടുക്കും. പക്ഷെങ്കില് ആ റിഹേഴ്സല് പോകുന്നതൊരു വലിയൊരു കാര്യം എന്ന് വെച്ചാല് അന്ന് സ്ത്രീകൾ വരുന്നുണ്ട് പറഞ്ഞാൽ ആൾക്കാര് പുരുഷന്മാരൊക്കെ അല്ലെ ചെത്തി മെനിങ്ങി പിന്നെ നേരത്തെ കാലത്തെ വന്ന് എടാ പിന്നെ സ്ത്രീകൾ വരുന്നുണ്ട്. ആ ഒരു അന്ന് സിനിമാ താരങ്ങൾക്ക് കിട്ടുന്ന ഒരു പരിഗണന അന്ന് പിന്നെ നാടകരംഗത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ബഹുമാനിക്കുക അല്ലെങ്കിൽ നമ്മളെന്തോ ആണെന്നുള്ളൊരു സാധാരണക്കാർക്ക് അങ്ങനെയൊക്കെ. പക്ഷെ അതേ സമയത്ത് അന്ന് ഈ മേഖലയിൽ സ്ത്രീകൾ കടന്നു വരാത്ത, അതിന്നുണ്ട് നാടകത്തിൽ വരാത്ത, സിനിമയിലോ ഒരു ഷോർട്ട് ഫിലിമിലോ അല്ലെങ്കിൽ ഒരു ആൽബത്തിലോ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ തയ്യാറാവും. പക്ഷെ നാടകത്തിലേക്ക് വരാൻ ഇന്നും ഒരു വിമുഖത കാണിക്കുന്നുണ്ട് പൊതുവെ സ്ത്രീകൾ. അങ്ങനെ ആ ഒരു സമയത്തും അതുണ്ടായിരുന്നില്ല? ഉണ്ടായിരുന്നു, തീർച്ചയായും. അങ്ങനെ ഞാൻ ലക്ഷ്മി എന്റെ കൂടെ ഉണ്ടാകും അധികം ലക്ഷ്മി സ്ഥിരം കുറച്ച് ആൾക്കാർ. അതെ, ഞങ്ങള് അടുത്തടുത്താണ്. പിന്നെ ഓളെ ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 ആൾ വേണം എന്റെ അടുത്ത് വരും, അല്ല എന്റെ അടുത്ത് വേണമെങ്കിൽ ഞാൻ അവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പിന്നെ അച്ഛനും അങ്ങനെ ലക്ഷ്മിയുടെ അച്ഛനും പറയും ഒരുമിച്ചാകുമ്പോൾ പോവാൻ നമുക്ക് സൗകര്യമായി. ചിലപ്പോൾ രണ്ടുപേരുടെയും കൂടെ ഒരാളുണ്ട്, അങ്ങനെയൊക്കെ പോകും. അപ്പം പിന്നെ ഒരേ നോത്തിന് വെക്കാനായല്ലോ എന്നൊക്കെ പറയുന്ന കമന്റ്സ് കേട്ടിട്ടുണ്ട്, ഒരുപാടുണ്ട് അങ്ങനെ. പക്ഷെ കളിക്കാൻ വിടുന്ന അങ്ങനത്തെ ഒന്നും പറയില്ല. പക്ഷെ പോകുമ്പോ നമ്മളെ നാട്ടുകാരന്നെ എല്ലാവരും ഏത് ഫീൽഡാണെങ്കിലും അതിൻ്റെതായ ഇതുണ്ട്. ഇല്ലാന്നിട്ടുണ്ട്. ഏത് തൊഴിലായാലും നല്ലതും മോശമുണ്ട്. പക്ഷെ നമ്മള് തെരഞ്ഞെടുക്കുന്ന രീതി അനുസരിച്ച് നമ്മള് പോക്ക്. അമേച്വർ നാടക രംഗത്തെ നിന്നും പ്രൊഫഷണൽ നാടക രംഗത്തേക്ക്, അതായത് ഒരു കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു അഭിനേത്രി എന്നുള്ള രീതിയിലേക്ക് അമേച്വർ നമ്മുടെ നാട്ട് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ക്ലബ്ബുകളിലും വായനശാലകളിലും സ്കൂൾ ആനുവൽസരികളിലും ഒക്കെയുള്ള നാടകങ്ങളാണല്ലോ. അതിൽ നിന്നും
കേരളം മുഴുവൻ കളിക്കുന്ന ഒരു പ്രൊഫഷണൽ നാടകം ഉപജീവന മാർഗമാക്കി തന്നെ മാറ്റിയ ഒരു കലാകാരിയായി ഉള്ള വളർച്ച, അതിന്റെ നിമിത്തം? അത് പിന്നെ പ്രൊഫഷണൽ നാടകത്തിൽ പോകാനുള്ള കാരണം എന്റെ അച്ഛൻ തന്നെയാണ്. അച്ഛന്റെ സുഹൃത്ത് പിന്നെ PV പാവൂർ രാമൻ എന്നിട്ട് വിനോദിനെ അറിയാൻ മരിച്ചുപോയി. ഇപ്പൊ പാവൂർ രാമൻ എന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തകൻ, സാമൂഹിക പ്രവർത്തകൻ, അച്ഛന്റെ ഒരു സുഹൃത്താണ്. അപ്പൊ ഈ പാവൂർ രാമൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മോൻ ദേശാഭിമാനിയിൽ എറണാകുളത്ത് അന്ന് വർക്ക് ചെയ്യും, ദിവാരേട്ടൻ. അപ്പൊ ഇന്നിപ്പൊന്നും കാണുന്നില്ല, ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയില്ല. അങ്ങനെ ഞങ്ങള് പുത്തൂരുണ്ടാകാൻ പോലെ പുത്തൂരിനെ ആ ഒരു സൗഹൃദം, പിന്നെ ഞങ്ങളൊരു ആ സ്നേഹം അടുത്തടുത്ത വീട്ടില് ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്ന ആ ഒരു രീതിയാണ്. അപ്പൊ ദിവാരേട്ടൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ എറണാകുളത്ത് ഒരു അഭിനയിക്കാൻ, പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിക്കാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞു. ദിവാരേട്ടന്റെ കെയർ ഓഫിലാണ് ഞാൻ അനുപമ തിയേറ്റേഴ്സ്, എറണാകുളം അനുപമ തിയേറ്റേഴ്സിൽ പോകുന്നു. അത് പക്ഷെ ആദ്യമായി പോയതുകൊണ്ട് മാത്രമല്ല, നമുക്ക് വെച്ചാല് പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിട്ടു നിൽക്കുന്നില്ല. ഒന്നാമത് അത്ര പ്രായമുള്ളൂ, മാറി നിന്ന് ശീലമില്ല. ഈ എറണാകുളം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഗൾഫിലെ പോലെ അന്ന് എറണാകുളത്ത് അത്രയും നമുക്ക് എറണാകുളം എവിടെയോ ആണെന്നൊന്നും ഇന്നിപ്പോ മിനിറ്റ് വെച്ചൊക്കെ എത്താൻ പറ്റും. പക്ഷെ ഏതോ രാജ്യം എന്നില്ല നമ്മളൊക്കെ മനസ്സിലന്ന് ചിന്തയുണ്ടായിരുന്നു. യാത്രാ സൗകര്യങ്ങളൊന്നും ഒന്നുമില്ല, ബസ്സിന് അങ്ങനെയൊക്കെ പോകണ്ടേ. അങ്ങനെ പിന്നെ അവിടെ എത്തി. അപ്പോ KC നമ്പൂരി അങ്ങനത്തെ ഒരു ഫേമസ് ആയ നടൻ അടക്കം KS നമ്പൂരി, അവരൊക്കെ അഭിനയിക്കുന്ന ട്രൂപ്പാണ്. നല്ല ബിന്ദു രാമകൃഷ്ണൻ, നമ്മളെ സീരിയൽ സിനിമ താരം ബിന്ദു രാമകൃഷ്ണന്റെ ട്രൂപ്പാണത്. അപ്പൊ അവിടെ എത്തി ഒരു നാടകം കുറച്ച് സ്റ്റേജിൽ മാത്രമേ ഞാൻ നിന്നിട്ടുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, നാടകം ട്രൂപ്പ് വശാതെ, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് പിന്നെ നാട്ടിലോട്ട് വരണം, പിന്നെ നാട്ടിൽ നിന്ന് ശീലമില്ല. വീട് വിട്ട് ഒരുപാട് ദിവസം പോയി വേറെ ഒരു കൂട്ടായ്മയിൽ കൂടി നിന്ന് ശീലമില്ലാത്തതുകൊണ്ട് ആദ്യമായിട്ടുള്ള ഒരു പരിഭ്രമം കൊണ്ടെന്ന് ഞാൻ പറഞ്ഞു. അന്നൊരു 10-20 വയസ്സ് ഉണ്ടാവും, 20 വയസ്സുണ്ടാവും. അത് പോയത് ഞാൻ ഒരു കാരണം പറയാം, അത് വേറെ ഒരു ചോദ്യത്തിൽ ഞാൻ പറയാം. പിന്നെ അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞു, കേട്ടോ എനിക്ക് പറ്റൂല. അത് മാത്രമല്ല, അമേച്ചർ നാടകം ഇഷ്ടം പോലെ നാട്ടിലുണ്ട്. നമ്മളിങ്ങനെ ഒരു നാടകത്തിൽ തന്നെ പോയി ചെയ്ത അത്ര ചിന്തിക്കേണ്ട ബുദ്ധിയില്ല. അത് നല്ലതാണ്. രണ്ടും പിന്നെ പ്രൊഫഷണൽ അമേച്ചർ നാടകം തന്നെ. പക്ഷെ എങ്കിലും അതിന്റെ ഗൗരവം അതിന് കൊടുക്കാനും എനിക്കത് പിന്നെ ഇതിനേക്കാളും കിട്ടുന്ന നമുക്ക് അറിയില്ല. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് തന്നെ വന്നു. പിന്നെയും അമേച്ചർ നാടകരംഗത്ത് സജീവമായി. അവിടുന്ന് വീണ്ടും ഞാൻ കലിംഗിയിലെത്തി. കലിംഗ തിയേറ്റേഴ്സിലാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ? ഏതായിരുന്നു ആദ്യ നാടകം? സൃഷ്ടി, KT മുഹമ്മദ് സാറിന്റെ. അതൊരു ഏത് വേഷം? അത് കഥാകൃത്തിന്റെ. അത് വെച്ചാല് ഈ KT സാറിന് ഇത്രയും വലിയ ഉള്ളൊരു ഭയങ്കര മനുഷ്യനാന്ന് നമുക്ക് അറിയില്ല അന്ന്. പിന്നെ അങ്ങനെ പോയി, അതുപോലെ തന്നെ പെട്ടെന്ന് എങ്ങനെ പോയി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ അഭിനയിക്കാൻ അങ്ങനെ വിളിച്ചു പോയി. അന്നാണ് സീനത്തെയും പിന്നെ സാഹിത്യത്തെല്ലാം ആദ്യമായിട്ടാണ് കാണുന്നത്. അതും ഇതുപോലെ തന്നെ പക്ഷെ ഇന്ന് തിരിച്ചറിയുന്നു. പക്ഷെ അന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥ. പിന്നെ അത് ഞാൻ പലർക്കും അറിയില്ലായിരിക്കും, ഇതൊന്നും അറിയാൻ സാധ്യതയില്ല. അപ്പൊ അതിൽ 1-2 ആള് പിന്നെ പരിചയമുള്ള ആളുണ്ട്. ഗംഗ എന്നുള്ള മറ്റേ ആ നാടകത്തിലൊക്കെ അഭിനയിച്ച ആൾക്കാർ ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് വേദിയിൽ കളിച്ചു. ആ നാടകത്തിൽ മാത്രം ഞാൻ കലിംഗയിൽ അഭിനയിച്ചു. പിന്നെ അവിടുന്ന് ചാടി സംഗമത്തിലേക്ക് പോയി. സംഗമത്തില് 3-4 വർഷം. സംഗമത്തില് പെങ്കോട മാത്രം തന്നെ തോന്നുന്നു. പിന്നെ സ്റ്റേജിൽ വന്നിട്ടാണ് കുറച്ച് അത് പിന്നെ എടുത്ത് പറയേണ്ട 2 നാടകരംഗത്തെ എന്താ പറയാനോ അത് പറയാനുള്ള അത്രയും നാളെ ഒരു വ്യക്തിത്വമാണ് വിൽസേട്ടന്റെയും വിക്രവാട്ടന്റെയും, പറയാതിരിക്കാൻ കഴിയും. ഇന്നും വിക്രവാട്ടൻ പോയി പോകുന്നതിന് മുൻ ഞങ്ങൾ ഇപ്പൊ ഫോൺ നമ്പർ എന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്, വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. വിൽസേട്ടനും അങ്ങനത്തെ നാരായണൻ പോയ സമയത്ത് ഇവിടെ വന്നു. അത് മാത്രമല്ല ആ ഒരു സൗഹൃദവും സ്നേഹവും ബന്ധവും ഇത്ര 78 മറ്റേ സംഘത്ത് പോകുന്നത്. ആ വർഷം മുതൽ ഇന്ന് വരെ ഞങ്ങളൊരു കുടുംബം പോലെ പെങ്കോട. പിന്നെ അത് വാസുപ്രദീപിന്റെ പെങ്കോടയാ ചെയ്തത്. അന്നേരാണ് പിന്നെ വിക്രമോട്ടം പറഞ്ഞിങ്ങനെ നാടകം തുടങ്ങുന്നത്, നമുക്ക് അങ്ങോട്ട് പോവാം. വിൽസേട്ടന്റെ സമ്മതപ്രകാരം ഞങ്ങൾ ഇങ്ങോട്ട് വരും. ഞാനും നാരായണൻ ഇങ്ങോട്ട് വരും. അതിന് സ്റ്റേന്തിയിലാണ് പിന്നെ ആദ്യത്തെ നാടക സൂത്രം, സാക്ഷാത്കാരം, ക്ഷുഭിതരുടെ ആശംസകൾ, പിന്നെ സംഹാരം എന്നീ നാടകങ്ങളിൽ വിക്രമോട്ടനെ കൂടെ ചെയ്തു. അതിൽ സാക്ഷാത്കാരത്തിനെ കുറിച്ച് ഒരുപാട് കഥകൾ പറയാനുണ്ട്. റിഹേഴ്സൽ ക്യാമ്പും അതൊക്കെ. അതുപോലെ KT സാറ് വന്നിട്ട് ആ മുമ്പിലിരിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, വർത്താനം ഇങ്ങനെ ചെയ്യുന്ന ഒരു ശീലം ഉണ്ട്. ഇങ്ങനെ കുത്തപ്പിടിച്ചിരിക്കും. പക്ഷെ ഡയലോഗ് ഒന്നും പറഞ്ഞ് ഇതാക്കൊന്നും ചെയ്യില്ല. നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് പോലും അറിയില്ല. പക്ഷെ ഇങ്ങനെ ഇരിക്കും.
അപ്പൊ ഞങ്ങൾ സൃഷ്ടി സ്ഥിതി സാക്ഷാത്കാരം നാടകങ്ങളായിട്ടുണ്ടല്ലോ. അതെ, സൃഷ്ടിസ്ഥിതി സംഹാര സാക്ഷാത്കാരം 4 നാടകങ്ങൾ. റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാക്ഷാത്കാരം, പിന്നെ ഗഡിസാറ് മുമ്പിൽ ഇങ്ങനെ ഇരിക്കും. ഞങ്ങളിങ്ങനെ ഈ മധു നമ്പൂരിയില്ലേ, അറിയില്ല, ഇപ്പോഴുണ്ട് അവർ ഇവിടെ സ്ഥലവും കാര്യങ്ങളൊക്കെ. അപ്പോൾ മധുവേട്ടന് ഞാനും കൂടി രംഗത്ത് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡയലോഗൊന്നും പുറമെ വരുന്നില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ എഴുതിയതിൻ്റെ ഒന്ന് കെട്ടി സാറ് ഇങ്ങനെ പറയാം. അപ്പോൾ ഡയലോഗ് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ര അതിൻ്റെ ഡെപ്ത് കൊണ്ടായിരിക്കും പറയുന്നത്. പക്ഷെ എന്താ പറയുക, നല്ലൊരു കഥാപാത്രം അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. പിന്നെ അത് മാത്രമല്ല, സാക്ഷാത്കാരം പിന്നെ വലിയൊരു അനുഭവം ഉണ്ട് ഞങ്ങൾക്ക്. ഒരു സ്റ്റേജിൽ 3 ഷോ കളിച്ചിട്ടുണ്ട് തുടർച്ചയായിട്ട്. അത് കളിക്കാനുള്ള കാരണം കൂട്ടാരിട, കൊയിലാണ്ടി കൂട്ടാരിട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ പിന്നെ നാടകം കളിക്കാൻ ബുക്ക് ചെയ്ത്. അതെ, അത് വക്കീലന്മാരെന്തോ ഒരു സംഘടനയാണ്. അപ്പോൾ അവിടെ പോയി ആദ്യത്തെ ദിവസം പോയപ്പോൾ ഓപ്പൺ സ്റ്റേജാണ്, ഫുൾ ഓപ്പൺ ആകുമ്പോൾ പിന്നെ അത്ര ആൾക്കാർക്ക് ഇരിക്കാമല്ലോ. ഇത് ഓപ്പൺ സ്റ്റേജ്. അന്ന് പോയപ്പോൾ മഴ പെയ്തു. പിന്നെ വീണ്ടും ഞങ്ങൾ ഇതേ സ്ഥലത്ത് കളിക്കാൻ പോയപ്പോൾ പിന്നെ മഴേൻ്റെ ഒരു കാലാവസ്ഥ ഇതെല്ലാം ഉണ്ട്. കണ്ടത്ത് തന്നെ ഇങ്ങനെ കസേരൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല, ഏതായാലും ഇനി നമുക്ക് പിന്നെ വേറെ ദിവസത്തേക്ക് മാറ്റണ്ട എന്ന് തന്നെ കളിക്കാന്നുള്ള രീതിയിൽ ഇവർ സംവിധാനം കാര്യങ്ങളൊക്കെ തിയേറ്ററിൻ്റെ ഉള്ളിലാക്കും. സിനിമ തിയേറ്ററിൻ്റെ അന്നത്തെ ഇപ്പോഴത്തെ ഹൈ ലെവലിൽ വലിയ തിയേറ്റർ, സാധാരണ ടാക്കീസ് അതിനകത്ത് കളിക്കാനുള്ള സംവിധാനമാക്കി. പിന്നെ ഒരു ഷോ അവർ അത്രയും ആൾക്കാർ ടിക്കറ്റ് അവർ വിറ്റിട്ടുണ്ട്, ഒരുപാട് ടിക്കറ്റ് വിറ്റിട്ടുണ്ട്. പക്ഷെ ഓപ്പൺ സ്റ്റേജ് ആകുമ്പോൾ പ്രശ്നമില്ല, അങ്ങനെ നമുക്ക് സുഖമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുമല്ലോ. ഇത് പിന്നെ ഒരു ഷോ കഴിഞ്ഞു. പിന്നെ വിക്രേട്ടൻ പറഞ്ഞു മക്കളെ ഒരു കളിയും കൂടി കളിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നമ്മളെ പറഞ്ഞു ആയിക്കോട്ടെ റെഡി, പിന്നെ ഓക്കെ ആന്ന് പറഞ്ഞിട്ട് പിന്നെ 2 ഷോ കഴിഞ്ഞിട്ട് വീണ്ടും ആൾക്കാർ പുറത്ത് വെക്കുന്നത്. അങ്ങനെ 3 ഷോ. അത് കലാനിലയൊക്കെ കളിച്ചിട്ടുണ്ടാവും 3 ഷോ. പക്ഷെ നമ്മളൊരു പ്രൊഫഷണൽ നാടകം ആണെങ്കിലും ഒരു ശിവരാത്രിക്കൊക്കെ ഒരു സ്ഥലത്ത് കളിച്ച് ഓടി മറ്റു സ്ഥലത്ത് കളിക്കുന്നത്. പക്ഷെ ഇത് ഒരേ വേദിയിൽ 3 ഷോ കളിച്ച ഒരു വലിയൊരു അനുഭവമാണ്. തീർച്ചയായും നമുക്ക്. പിന്നെ ആ കൂട്ടത്തിൽ ഇബ്രാഹിമിനെ എടുത്തു പറയേണ്ടത് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഇതിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. പിന്നെ അവരെ എന്താണ് ചെറുന്തലയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. പക്ഷെ ഈ പെങ്കോട മുതൽ ഇബ്രാഹിക്ക നാടകത്തിൽ, അപ്പോൾ ഈ പിന്നെ സാക്ഷാത്കാരത്തിലൊക്കെ ഇബ്രാഹിം ഉണ്ട്. അപ്പോൾ ഞാനും നാരായണനും പിന്നെ അതിന് ഭാനുമതിയുണ്ട്. ഭാനുമതി സാക്ഷാത്കാരത്തിൽ ഞാൻ വീണ്ടും പിന്നീട് അവളെ ഞാൻ കൊണ്ടുപോയി. ഒരാൾ മാറിയ സമയത്ത് സാക്ഷാത്കാരത്തിൽ സ്റ്റേ ഇന്ത്യയിൽ അഭിനയിക്കുമ്പോൾ ഞങ്ങളെ കൂട്ടി പോയതാണ് ഭാനു. അങ്ങനെയാണ് പ്രൊഫഷണൽ നടത്തിയ ഭാനു വരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ 4 ആൾ, ഞാനും നാരായണൻ, ഇബ്രാഹിക്ക, പിന്നെ ഭാനുമതി, ഞാൻ. അന്ന് ഇതൊക്കെ നാടൻ കഴിച്ച ഉടനെ ഞങ്ങൾ നാട്ടിലേക്ക് എത്തണം എന്നില്ല. ചിലപ്പോൾ 2 ദിവസം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് തിരിച്ച് വരുമല്ലോ. അപ്പോൾ ഭയങ്കര രസമാണ് ഇബ്രാഹിക്കൻ്റെ കാര്യം. അപ്പൊ ഞങ്ങളെന്ന് വെച്ചാൽ ഈ കണ്ട ലോറിക്കെല്ലാം കൈകാട്ട് വരും. അപ്പൊ നിർത്തൂല, ഞങ്ങൾ 2 ആളെ പിടിച്ച് തള്ളി മുമ്പിലോട്ട് നിർത്തും ഇബ്രാഹിം. അതിന് പെണ്ണുങ്ങളെ അപ്പൊ വണ്ടി നിർത്തും. അങ്ങനെ ആ ലോറി കയറിയിട്ട് നാട്ടിലേക്ക് വന്ന രസം എപ്പോഴും ഭയങ്കര എന്താ പറയാ, മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട് പറയാൻ. ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊക്കെ തന്നെ ഈ നാടകത്തിൽ നാരായണൻ കൂടെയുണ്ട്. എപ്പോഴാണ് നാരായണനുമായിട്ടുള്ള ഒരു ആദ്യത്തെ ഒന്നിച്ച് ഉണ്ടായത്? ആദ്യത്തെ കണ്ടുമുട്ടൽ ഈ ഭാഗത്ത് എവിടെയോ ആണ് ഒരു നാടകം എനിക്ക് ഓർമ്മ വരുന്നില്ല. അമേശതാണ് സംവിധാനത്തിന് വരുന്നു. അന്നാണ് ഈ മാഷ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, നാരായണനെ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പം നമ്മളങ്ങനത്തെ ഇതൊന്നുമില്ല. പിന്നെ അങ്ങനത്തെ ഒരു മനസ്സിലങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. പക്ഷെ പിന്നെയില്ല നാടകങ്ങളില്ലല്ലോ, എന്താ ഒറ്റ പെണ്ണില്ല നാടകങ്ങൾ നാരായണൻ മനഃപൂർവ്വം എന്നെ അതല്ല ഒറ്റ പെണ്ണുള്ള നാടകം സെലക്ട് ചെയ്യും. അപ്പോൾ ഞാനായിരിക്കും മിക്കവാറും അതിൽ അഭിനയിക്കാം. അങ്ങനെ എന്താ പറയാ, അഭിനയിച്ച് കണ്ട് പരിചയപ്പെട്ട് ഇങ്ങനെയൊക്കെ ആയി. പിന്നെ ജീവിതത്തിലേക്ക് എപ്പോഴാണ്, ഏത് വർഷമാണ് ജീവിതത്തിലേക്ക് ജീവിതസഖിയാവുന്നത്, ജീവിത നാടകത്തിലെ നായികയാവുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ 42-43 കൊല്ലം. അപ്പൊ അങ്ങോട്ട് പറയാൻ കിട്ടുന്നില്ല. അത് എന്താ പറയാ, ഈ പ്രൊഫഷണൽ നാടകത്തിലേക്ക് പോയിട്ടില്ല. ഇല്ല, അമേച്ചർ നടത്താൻ വെച്ചു. പിന്നീടാണ് ഞങ്ങൾ സംഗമത്തിലൊക്കെ പോകുന്നത്. പിന്നെ കൂടെ തന്നെയാണ് സംഗമത്തിൽ. പിന്നെ സാക്ഷാത്കാരത്തേക്ക് നാരായണൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രൊഫഷണൽ നാടകങ്ങളിൽ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് ഒരു പക്ഷേ കണ്ണൂർ സംഘചേതനയിലത്തെ സ്റ്റേജിന്തിയിൽ നിന്നാണോ? സംഘചേതനയിൽ അല്ലല്ല, സംഘടനയിൽ കുറെ വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. ഞാനും ഭാനുമതി ഒരുമിച്ച്. പിന്നെ ഒരു മുള്ളിയാട്ടൻ അല്ല, ഞാൻ ഒറ്റ നാടകത്തിലേ വിളിച്ചിട്ടുണ്ട്.
സൂര്യഹൃദയം. ഇപ്പൊ ലാസ്റ്റ് സംസ്ഥാന മത്സരത്തിൽ 2ാം സ്ഥാനം നാടകത്തിന് കിട്ടിയിട്ടുണ്ട്. പയ്യന്നൂർ മുരളിയാണ് സംവിധാനം. പിന്നെ ഹേമന്തിന്റെ സ്ക്രിപ്റ്റ്, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. അതിലാണ് ഒറ്റ നാടകത്തിൽ അഭിനയിച്ചു. ഇല്ല, അതെന്താ അറിയില്ല, അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല, വിളിച്ചിട്ടില്ല, അങ്ങനെ പോകാൻ പറ്റില്ല. അതിനിടയിലാണ് അതെ, കാകളി തുടങ്ങാൻ എന്താ പറയുക, നാടകത്തിൽ ഞങ്ങൾ പ്രൊമോഷൻ നാടകങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാകളി സ്വന്തമായി ഒരു ട്രൂപ്പ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അതിന് പ്രത്യേകിച്ചൊരു കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു മോനുണ്ടായിരുന്നു. അവനെ സ്കൂളിൽ ചേർക്കേണ്ട സമയമായി. അടിയിലിരുത്തിക്കൊണ്ടെല്ലാം നമുക്ക് നാടകം കളിക്കാനൊക്കെ പോവുക, സംഗമത്തിലും സ്റ്റേജിലൊക്കെ പോകുമ്പോൾ കൂടെ കൂട്ടിയിട്ടുണ്ട്, വീട്ടിലാക്കിയിട്ടൊക്കെ അങ്ങനെയൊക്കെ പോവുക. അപ്പോൾ ഏതായാലും നമുക്ക് കുട്ടീനെ നോക്കാം, സ്വന്തമായി നമ്മളെ തൊഴിൽ ചെയ്യും ഓർക്കാതെ സ്കൂളിൽ പോകണം, അതൊക്കെ അങ്ങനെ ആവുമല്ലോ വലിയ രീതിയിലാണ് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് കളിക്കാൻ പോകുന്ന സമയത്തൊക്കെ കർട്ടനും പിന്നെ അതിൻ്റെ പെട്ടിയും ഫ്രണ്ട് കർട്ടനും അങ്ങനത്തെ സാധനങ്ങൾ പറ്റാവുന്നതല്ല ഞങ്ങൾ പൈസ നമ്മുടെ നാടകം കളിച്ച പൈസ കൊണ്ട് തന്നെ വാങ്ങിച്ചിട്ടും വെക്കും. അങ്ങനെ 1986 കാകളി തുടങ്ങുന്നത്. പക്ഷെ അതിൻ്റെ ആദ്യ നാടകം മകുടി ഊതുന്ന പാമ്പ്. 86 തന്നെ ഞങ്ങൾ വേറെ വീടെടുത്ത് ഒരു കുഞ്ഞു വീടെടുത്ത് ആലപ്പള്ളി പിന്നെ വീടെടുത്ത് താമസിച്ചു. മോനെ സ്കൂളിൽ ചേർക്കും ജൂൺ 1. അപ്പോൾ ഈ തലേദിവസം MV ആനന്ദൻ നാരായണൻ്റെ സുഹൃത്ത്, കോഴിക്കോട് സുഹൃത്താണ് ഈ മകുടി ഊതുന്ന പാമ്പ് എന്ന സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ട് എല്ലാം നിൽക്കുന്നുണ്ട്. നാരായണൻ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു ജൂൺ 1-ാം തീയതി. പിന്നെ മോനെ സ്കൂളിൽ പറഞ്ഞ കണ്ടില്ല, എല്ലാ സംവിധാനം ഞാൻ ഡ്രസ്സും കാര്യമൊക്കെ എടുത്ത് വെച്ചിട്ട് അടുക്കളയിൽ നിന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബസ് ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് ആക്സിഡന്റിൽ മോൻ പോകുന്നു. അത് ഒരു ജീവിതത്തില് മാത്രമല്ല, നമുക്കിപ്പം 37 കൊല്ലായി ഇന്നും മനസ്സിൽ നമ്മൾ 5 വയസ്സ് 42-43 വയസ്സായി. പക്ഷെ അത് നമ്മളെ എന്താ പറയാ, നമ്മളില്ലാണ്ട് വേദന നമ്മുടെ മനസ്സിൽ ഇന്നും അങ്ങനെ. അത് ശരിക്കും കാകളി തുടങ്ങിയ നാടകം കളിച്ചിട്ട് ഫസ്റ്റ് നാടകം പാമ്പിൽ ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയാണ്. അതൊരു നിമിത്തം കണക്കായി. പിന്നെ എനിക്ക് സത്യം അതിനുശേഷം ഒരു അതിലത്തൊരു മകൻ പിന്നെ മരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു കഥാപാത്രമാണ് ചെയ്യേണ്ടി വന്നത്. പിന്നെ ആ നാടകം സ്റ്റേജിൽ കുറെ സമയം എടുത്തു. കുറെ കഴിഞ്ഞു ആ സീസൺ നമ്മൾ ചെയ്തില്ല, കുറച്ച് കാലം. പിന്നെ നമ്മൾ തുടങ്ങുകയും ചെയ്തു. നമുക്ക് ജീവിതമാർഗം പറയില്ലല്ലോ. പിന്നെ വാടക കൊടുക്കണം, മറ്റു ഒരു സ്കൂൾ മാഷാണ്, അതിന് ശമ്പളവും കാര്യങ്ങളും മറ്റ് അതും കൂടി പറയാം. നമുക്ക് 2 ഫാമിലിയാണ്. നമ്മളിപ്പോ അന്നും ഇന്നും സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയാ, അതും വല്ലാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത്. അവിടുന്ന് പിന്നീട് കാകളി കുറെ നാടകങ്ങൾ കളിച്ചു. പിന്നെ ഒരു വടക്കിന്റെ കുറെ കലാകാരന്മാർക്ക് അരങ്ങിൽ വ്യത്യസ്തങ്ങളായ വേഷങ്ങൾ ചെയ്യാം. 2ാമത്തെ നാടകം ചില്ലാട്ടം. പ്രൊഫസർ ജി ഗോപാലകൃഷ്ണൻ മാഷ് അവരിപ്പോ തിരുവനന്തപുരത്തുണ്ട് സാർ. പിന്നീട് അങ്കച്ചുരിയാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞാല് വടക്കൻ പാട്ടിലെ MTക്ക് പോലും അല്ലെ, നമ്മുടെ വടക്കൻ വീരാതെ കളിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ നാടകം. അത് ചിലര് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. പയ്യന്നൂർ ഭാഷ എന്ന് പറയുന്ന വ്യക്തി ഈ വടക്കൻ വീരഗാഥ എന്ന പടത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് ഈ നാടകം കണ്ടവർക്ക് മനസ്സിലാവും. അതൊരു അദ്ദേഹത്തെ ഒന്നും ഒരു സ്ഥലത്ത് ഒത്തിക്കാതെ ആ മനുഷ്യനെ എന്താ പറയാ, ആരുമല്ലാതെ സെലിബ്രിറ്റികളുടെ ലോകത്ത് ഭയങ്കര വർഷത്തില് അവരൊന്നും ഒരു ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എവിടെയോ ഒരു മനുഷ്യനാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നെ നാടകം തുടങ്ങുന്നത് ഫസ്റ്റ് സീന് കുഞ്ഞിഷ്ണനും അരുവി പയറ്റുന്നതാണ്. അതില് ആ പയറ്റുന്ന ഒരു മുറിച്ചുരുക ഇളക്കം തട്ടിക്കൊണ്ട് അങ്ങനത്തെ ഒരു സീനാണ്. അതന്നെയാണ് സിനിമയിലും കണ്ടവർക്ക് അറിയാം. അത് നമ്മളിപ്പം ആ സിനിമ കണ്ടിട്ടല്ലോ നാടകത്തിന്റെ ഈ നാടകമാണ് ശരിക്കും ആ സിനിമ. കറക്റ്റ് സംഭവം, എല്ലാ സംഭവങ്ങളും അത് തന്നെയാണ്. പിന്നീട് പിന്നെ അല്ലല്ല തമ്പാട്ടി വിളക്ക് വാഗച്ചാർത്ത് പിന്നെ സാമൂഹിക നാടകങ്ങൾ കസ്തൂരിമാൻ, പിന്നെ അങ്ങനെ കുറെ അത് ഉണ്ട്. ഒരുപാട് നാടകങ്ങളിൽ 10-12 എപ്പോഴാണ് കാകളി തളർന്നു പോയത് വെച്ചാൽ ഞങ്ങള് ഇതിലിപ്പോ ചെയ്ത ആൾക്കാരൊക്കെ ഒന്നറിയാം. ബാബുവേട്ടൻ, പിന്നെ ഗോപാലകൃഷ്ണൻ മാഷ്, കുഞ്ഞിഷ്ണൻ, അരവി, ഈശ്വരൻ, അങ്ങനെ തുടങ്ങി പറയും. നല്ല നല്ല പ്രകടനം. ശശിയേട്ടൻ, മരിച്ചുപോയ ശശിയേട്ടൻ, അങ്ങനെ ഒരുപാട് വ്യക്തികളാണ് ഇതിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അവരിപ്പം വലിയ പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിച്ച് അങ്ങനെ വന്നവരൊന്നും ചുറ്റുവട്ടിൽ നമ്മൾ സ്നേഹിക്കുന്ന അങ്ങനെയുള്ള ഒരു ആൾക്കാർ, അവർക്ക് കഴിവ് കൊണ്ട് അവരെ ഞങ്ങൾ നാരായട്ടെ പഠിപ്പിച്ചെടുത്ത് അങ്ങനെ ആക്കിയതാണ്. അപ്പം ഇതിൽ പിന്നെ വെച്ചാൽ പിന്നെ ബാബുവേട്ടൻ
തക്കോട്ട് തട്ടിക്കൊണ്ട് അംഗച്ചുരുക കഴിഞ്ഞോണ്ട് ബാബുവേട്ടൻ പോയി. പിന്നെ ചുറ്റുപാട് ഇവർക്കൊക്കെ ജോലിയും കാര്യമെല്ലാം ആയതുകൊണ്ടും പിന്നെ എന്താ പറയുക ഒരു കൃത്യതയില്ലാത്തൊരു പോക്ക് പിന്നെ ശരിക്കും അങ്ങനെ ഒരു ലെവലിലേക്ക് പോയി. പൊതുവെ നമ്മളെ വടക്കേ മലബാറിലെ അമേച്ചർ പ്രൊഫഷണൽ നാടക ഗ്രൂപ്പുകൾക്കൊക്കെ അധികം ഇതുപോലെയുള്ള ഒരു ശക്തമായ സംഘടനക്ക് പോലും അല്ലേ കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അതിൽ പിന്നെയെങ്കിലും കുറച്ചെങ്കിലും പിടിച്ചു നിന്നതും കുറെ നാടകങ്ങൾ അവതരിപ്പിച്ചതും കാകളിയാണ്. ഏതായാലും നമുക്ക് ഈ നാടക വിശേഷങ്ങള് അതുപോലെ അങ്ങയുടെ പിന്നെ സിനിമാ രംഗത്തെ വിശേഷങ്ങളൊക്കെ കൂടുതൽ പറയാനുണ്ട്. അത് കേൾക്കാൻ പ്രേക്ഷകർക്കും താല്പര്യം ഉണ്ടാവും. നമുക്ക് ഈ എപ്പിസോഡിന്റെ ഈ അധ്യായത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നതുകൊണ്ട് അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം. കവി സൗഹൃദത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അരങ്ങിലും അഭ്രപാളികളിലും അഭിനയ വിസ്മയം തീർത്ത അമ്മിണി ചന്ദ്രാലയത്തിന്റെ അഭിനയ വഴികളിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കവി സൗഹൃദത്തിന്റെ അടുത്ത അധ്യായത്തിലും നമുക്ക് കാണാം, കേൾക്കാം അമ്മിണി ചന്ദ്രാലയത്തിന്റെ കലാവഴികളിലെ വിശേഷങ്ങൾ. നന്ദി, നമസ്കാരം.